ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് എന്താ പറയുന്നത്? പക്ഷെ എന്റെ ഫസ്റ്റത്തെ നോമ്പറാണ് ഗൈസ്. ഫസ്റ്റ് നോമ്പറാണ്. ഹേ ഓൾ, ഇന്ന് നമ്മുടെ NSSന്റെ ഇഫ്താർ മീറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ ഫെയർവെല്ലും കൂടി ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി വന്നിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാമെന്നും പറഞ്ഞിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യം ഇത് നടത്തുമ്പോൾ നമ്മൾ നേരത്തെ കാലത്തൊക്കെ എത്തും, കാരണം എന്താ ഒരുപാട് പണികൾ ഉണ്ടാവുമല്ലോ. ഇന്നിപ്പോ നമ്മൾ മെയിൻ ഗസ്റ്റ് ആണ്. എന്തായാലേ ഗസ്റ്റാന്നൊക്കെ പറയുമ്പോൾ ഒരു പൊലിവുണ്ട്, എന്നാ പിന്നെ ഇവിടുന്ന് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് ആലോചിക്കുമ്പോൾ സങ്കടം ഉണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് എൻ്റർ ചെയ്തതിനു ശേഷം എല്ലാവരും ഉണ്ട് കേട്ടോ, നമ്മുടെ ജൂനിയേഴ്സും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ട്. NSSന് അത്രമേൽ പ്രണയിച്ചവൻ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു മുതലാട്ട ഈ ബോക്സും പിടിച്ചിരിക്കുന്ന ആള്, കാരണം എവിടെ പോയാലും ഭയങ്കര ആത്മാർത്ഥതയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇതാ ബാങ്ക് കൊടുക്കാനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഒറ്റ ട്രിപ്പിൽ അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് 2 ഐറ്റം സ്നാക്സും കട്ട് ഫ്രൂട്ട്സും ഡ്രിങ്ക്സും പിന്നെ ബിരിയാണിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, നമ്മുടെ മുക്രിയായാലും ഏത് മുക്രിയായാലും ബാങ്ക് കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നോമ്പ് പറഞ്ഞ്. അതിനിടയിൽ നമ്മള് ജാബിർ സാർക്ക് ഷുഗർ കട്ടാന്നൊക്കെ പറഞ്ഞിട്ട് സീക്രട്ട് ആക്കി വെച്ചിരുന്നു, പക്ഷെ അതാണ്ട് ഫ്ലാഷ് ആക്കി. പിന്നെ ഇതാ കണ്ടറിഞ്ഞ് സുഭാഷ് സാർ എടുത്തോട്ടെ പോയിരുന്നിക്കണേ. സംഭവം എന്താ വെച്ചാൽ ചിക്കൻ പീസ് തരാ പറഞ്ഞിരിക്കണേ. അങ്ങനെ പിന്നെ നമ്മള് ഫുഡും കൂടി കഴിച്ചിട്ട് പിന്നെ നേരെ വിട്ട് നിസ്കരിക്കാനേ. റമദാൻ മാസല്ലേ, നല്ല കുട്ടിയാവാന്നൊക്കെ വിചാരിച്ച് നിസ്കരിക്കാൻ പോയി. അപ്പോഴാണ് ഈ നഗ്നസത്യം പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാലേ നമ്മള് മാത്രമല്ല, നമ്മളെ കൂടെ കുറച്ചും കൂടി പേരുണ്ട് നന്നാവാൻ. റമദാൻ മാസല്ലേ, ഈ ഒരു മാസെങ്കിലും നന്നാവല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. നമ്മൾ അന്നാമ ഖുർആൻ ഓതണേ, ഞാനും വിചാരിച്ച ഫോൺമ കളിക്കാവുന്നു, പിന്നല്ലേ കണ്ടത് മാഷാ അല്ലാ ഹൈർ. അങ്ങനെ ഇഫ്താർ പാർട്ടി ഏകദേശം അവസാനിച്ചപ്പോൾ നമ്മുടെ അടുത്ത സെഷൻ സംഭവം എന്താ, ഫെയർവെല്ലേ. എന്താന്ന് വെച്ചാൽ ഫെയർവെല്ല് നടക്കുന്ന സ്പോട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രഷർ ഹണ്ട് വഴി കാണാൻ പറ്റുള്ളൂ എന്നും പറയാണ് ഇവര്. എന്നാ പിന്നെ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് പണിയാണ്ട് തുടങ്ങി. ഫസ്റ്റ് ക്ലൂ ഈസ് യൂസ് മീ. സംഭവം എന്തായാലും ബാസ്ക്കറ്റ് ആവുന്നുള്ള മൈൻഡിൽ ഞങ്ങൾ എന്ത് ചെയ്ത് എല്ലാ ബാസ്ക്കറ്റും പോയി തരാൻ തുടങ്ങി. അതിനിടയിൽ ജാബിർ സാർ കറക്റ്റ് പ്രോട്ടീൻ ഒക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ക്ലൂ കിട്ടിയത് റുബേഷ്യ. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ അതിന്റെ ഉള്ളിലുള്ള ഒരു തെച്ചിപ്പൂവിന്റെ മരേ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാതും കണ്ടെത്തി. പിന്നെ അതിന്റെ ഇടയിൽ ഒരു ടീമിന്റെ ഒരു കഷ്ണം കൂടി കിട്ടാണ്ട്, അങ്ങനെ പിന്നെ അതിന് വെയിറ്റ് ചെയ്യുന്നു. അതിനിടയിൽ ഇതാ ക്ലൂ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഓടി കയറിയിട്ട് അവിടുന്ന് ബത്തക്കന്റെയും മുന്തിരിന്റെയും കഷ്ണം എടുത്ത് തിന്നല്ലേ ഇവരെ പണി. ഫൈനലി നമ്മുടെ എല്ലാ ക്ലൂസും കിട്ടിയതിനു ശേഷം നമ്മൾ നേരെ പോയത് അപ്ഡേറ്റ് ഹാൾ കാട്ടോ. ഹൗണ്ടടാ ഇത് മുതലായിട്ടാ സംഭവം അടിപൊളിയായിരുന്നു. വീഡിയോയില് കാണക്കായും നൈസ് ആയിരുന്നു സംഭവം കാണാൻ. ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിരുന്നു, പക്ഷെ നമുക്ക് ഇതൊന്നും കൂടെ എടുത്ത് പറയാൻ തോന്നിട്ടാ. നല്ല നൈസ് ആംബിയൻസും പിന്നെ ഒരു ചെറിയ തണുപ്പും നമ്മുടെ മെമ്മറീസും പാട്ടും സെറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജാബിർ സാർ എന്ത് ചെയ്ത് കുറച്ച് ഇൻട്രോ കാര്യങ്ങളും ഫീഡ്ബാക്കും ഒക്കെ ഉണ്ട് പറയാൻ തുടങ്ങി. പിന്നെ നമ്മൾ ചെയ്ത ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് ഇവര് നമുക്ക് വീണ്ടും ഇട്ടിട്ട് മറ്റേ മെമ്മറീസ് ബ്രിങ് ബാക്ക് മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇരുന്ന് കാണിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരും കുറച്ച് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്ത് ഗിഫ്റ്റ് ഉണ്ട് കൊടുത്ത്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു നമ്മുടെ പരിപാടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടത് റിതന്റെ കൊടുക്കാണ്. ഫുഡൊന്നും വേണ്ട പറഞ്ഞിരുന്നു, പക്ഷെ റിതന്റെ നൂൽപുട്ടും ചിക്കൻ ഫ്രൈ പിന്നെ അടിപൊളി ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അതുകൊണ്ട് കഴിച്ച്. ഇത്രയുള്ള വീഡിയോ